മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചുര എന്ന് പറയുന്ന ഒരു പച്ചക്കറിയുണ്ട്, അതിൻ്റെ പരിചരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. മത്തൻ പോലെ തന്നെ ഇലയും ഒക്കെ ഉപയോഗിക്കാവുന്ന, അതുപോലെ തന്നെ കായ്കളും ഒക്കെ ഉപയോഗിക്കാവുന്ന വിവിധങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പച്ചക്കറിയാണ് ചുര. ഇതിപ്പോൾ ഞാനിപ്പോൾ നട്ടിട്ടിപ്പോൾ ഒരു മാസമേ ആയുള്ളൂ. ഇപ്പോൾ അരി നട്ട് അത് കിളിച്ച് ഈ പരുവമായി. ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത്, ഇപ്പോൾ ഇത് പൂക്കണ്ണിയൊക്കെയായി, പൂവൊക്കെ പിടിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ പൂവിൻ്റെ ആരംഭമൊക്കെ ആയി. അപ്പോൾ ഇതിനിപ്പോൾ വളം ചെയ്യണം. അപ്പോൾ ഇതിന് ഞാൻ എന്താണ് വളം ചെയ്യുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് പന്തലൊന്നും ഇട്ട് കൊടുക്കരുത്. കാരണം ഇത് അരയിന്ന ചുരയ്ക്ക, നല്ല തൂക്കമുള്ള ചുരയ്ക്ക ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് പന്തലിട്ട് കൊടുക്കണ്ട, നമ്മൾ തറയിൽ ഇതങ്ങ് വളർത്തി വിട്ടാൽ മതി. പിന്നെ കഴിയുമെങ്കിൽ ആ തറയിൽ ഒരു ഓല വെട്ടിയിട്ട് കൊടുത്താൽ അതിൻ്റെ മണ്ടയ്ക്കൂടെ അതങ്ങ് പെടും. അപ്പോൾ കായ്കൾ അതിൻ്റെ പുറത്ത് വിരിയും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വളമിടുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് മാന്തണം. വേപ്പിൻ മണ്ണാക്കണം. ഇത് എല്ലുപൊടിയാണ്. ഇത് ചാരമാണ്. അപ്പോൾ ഈ ചാരം ഇടുന്നത് നല്ലതാണ്, ചോറിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മഴയൊക്കെയാണ്. അപ്പോൾ ഇത്തരം വളങ്ങളാണ് ഞാൻ സാധാരണ പച്ചക്കറിക്കൊക്കെ ഇടുന്നത്. ഇനി നമ്മൾ ചെയ്ത വളം ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടത് മണ്ണ്, ഈ വളത്തിൻ്റെ മുകളിൽ മണ്ണ് വീഴണം. അതാണ് ചെയ്യേണ്ടത്. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ ചുരയ്ക്ക് കായ്കളുണ്ടാവും. തീർച്ചയായിട്ടും ഇതിൻ്റെ കായ്കളും വിളവെടുപ്പും ഒക്കെ ഞാൻ നമുക്ക് പങ്കുവയ്ക്കാം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ മാസം നട്ട ഒരു മത്തനാണ്. നട്ടതിന് ശേഷം നമ്മൾ ഒരു തവണ വളം ചെയ്തു. അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇതിനകത്ത് കിളിച്ചു വന്ന അനാവശ്യ ശിഖരങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് മുറിച്ചു മാറ്റി. ഇപ്പോൾ രണ്ടാമതും മുറിച്ചു മാറ്റി. കാരണം ശിഖരങ്ങൾ കൂടിക്കഴിഞ്ഞാൽ മത്തങ്ങ കുറയും. തന്നെയല്ല, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എടുക്കും. അതുകൊണ്ട് തന്നെ ഇത് മത്തങ്ങയുടെ എണ്ണം കുറയും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ശിഖരങ്ങൾ മുറിച്ച് മാറ്റുന്നത്. ഇനി മറ്റൊരു വളം കൂടി നമ്മൾ പ്രയോഗിക്കാൻ പോവാണ്. അപ്പം ഈ മത്തയ്ക്കും ചുരയ്ക്കും വെള്ളരിക്കും ഒക്കെ ഒരു മാസത്തിൽ ഒരു 2 വളമെങ്കിലും നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. എങ്കിലേ അവ വലിയ കായ്കൾ ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മൾ അതിന് ജൈവവളം കൃഷിയാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം മത്തയുടെ കാര്യം നമുക്കറിയാം. മത്തയുടെ ഇല, പൂവ്, കായ്, അതുപോലെ നമ്മൾ മുറിച്ച് കളയുന്ന ഇളം ശിഖരങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മത്തങ്ങ. അതിനേക്കാട്ടുപരി ആരോഗ്യ ഗുണങ്ങളുള്ള മത്തങ്ങയുള്ള വിത്ത് അതിനേക്കാട്ടിലും ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇതിന് ഞാൻ വളമിടാൻ പോവാണ്. ഇതിപ്പം 2 വളയേ ആയുള്ളൂ. കായ്കളായി. ഇനി മുതൽ, അതായത് നമ്മൾ കായ്കളും പൂക്കളും ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു മാസത്തിൽ 2 വളം ഇടണം. എങ്കിലേ അതിന് ശരിക്കുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇതിന് നമ്മൾ പൂർണ്ണമായിട്ടും ജൈവവളമാണ് ഇടുന്നത്. ജൈവവളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും ചാരമൊക്കെയാണ് നമ്മൾ ഇടുന്നത്.
ഇതാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മുറിച്ച ആ ശിഖരങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഇല കറിക്കായിട്ട് ഉപയോഗിക്കും. അതുപോലെ വളരെ മൃദുലമായിട്ടുള്ള ഇതിൻ്റെ വള്ളിയും നമുക്ക് കറി ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ പൂവൊക്കെ ആവും, പക്ഷേ നമുക്ക് മുറിക്ക് കളയാൻ തോന്നത്തില്ല. പക്ഷേ മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ നല്ല തണ്ടിൽ നല്ല കായ്കൾ പിടിക്കത്തുള്ളൂ. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പം നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ മത്തനും ചൊരയും നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. കാരണം ഇത് ചാക്കിലും ഒക്കെ വെക്കും, പിന്നെ അതുപോലെ തന്നെ വലിയ ചട്ടിയിലും ഒക്കെ വെക്കും. പിന്നെ ഗ്രോ ബാഗിൽ വേണമെങ്കിൽ അതിലും പിടിപ്പിക്കാൻ സംഗതി, ഗ്രോ ബാഗിൽ നമുക്ക് പിടിക്കാം. പിന്നെ പറമ്പുള്ളവർ പറമ്പിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒരു മത്തങ്ങയുടെ വിത്ത് അല്ലെങ്കിൽ ചുരക്കയുടെ വിത്ത് അതുപോലെ കുമ്പളങ്ങയുടെ വിത്ത് ഒക്കെ നട്ടുപിടിപ്പിക്കുന്നത് നല്ല ഭക്ഷണം നമുക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. പറയത്തക്ക പരിചരണങ്ങളോ ശുശ്രൂഷകളോ ഒന്നുമില്ലാതെ തന്നെ കായും പൂവും ഇലയും ഒക്കെ നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ മത്തനും ഒക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരാൾക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കൃഷി രീതികൾ കാണാനും ഒക്കെ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇതുവരെ പ്രോത്സാഹനം നൽകിയ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.